ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബാസിത്ത് താനൂരാണ്. അദ്ദേഹം ഫ്രറ്റേണിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഫ്രറ്റേണിറ്റി കുറേ കാലങ്ങളായിട്ട് +1 സീറ്റ് പ്രതിസന്ധിയായി ബന്ധപ്പെട്ടിട്ടുള്ള സമരരംഗത്തുള്ളൊരു വിദ്യാർത്ഥി സംഘടനയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും സമരരംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാർ രൂപപ്പെട്ടതിന് ശേഷം ഇപ്പോഴും സമരരംഗത്താണ്. 15-ാം തീയതി ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ സീറ്റ് പ്രതിസന്ധിയായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സമരത്തെ കോഴിക്കോട് പോലീസ് നേരിട്ടത് വളരെ ക്രൂരമായിട്ടാണ്. ഫ്രറ്റേണിറ്റിയുടെ നിരവധി നേതാക്കൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത്, പോലീസ് എങ്ങനെയാണ് ഈ സമരത്തിനോട് ഇടപെട്ട്, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ബാസിത്ത് സംസാരിക്കുന്നത്. ബാസിത്ത്, കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമരം 15-ാം തീയതിയാണ് തുടങ്ങിയത്. ഈ സമരം തുടങ്ങി കുറേ വാർത്തകളിലൂടെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് 2 വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊന്ന് ഫ്രറ്റേണിറ്റി പ്രതികൾ അറസ്റ്റിൽ, പോലീസിനെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ, അതാണ് ഒരു വാർത്ത. മറ്റൊരു വാർത്ത പോലീസിനെ ആക്രമിച്ച ഫ്രറ്റേണിറ്റി നേതാക്കളെ അറസ്റ്റ്. 2 വാർത്തകളാണ് കണ്ടത്. ഒന്ന് ഒരു പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഒരു പത്രമാണ്, മറ്റൊന്ന് ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പത്രമാണ്. എന്തായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി സമരത്തിനോടാണ് ഈ രീതിയിലുള്ള ഒരു വാർത്ത പോലീസ് കൊടുത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, നമുക്കറിയാം 80,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ വർഷവും +1 എഴുതി, 10ാം ക്ലാസ് എഴുതി +1-ന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് സർക്കാരിൻ്റെ തന്നെ കണക്കനുസരിച്ച്, സർക്കാരിൻ്റെ തന്നെ സൈറ്റുകൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് 80,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ വർഷവും പുറത്ത് നിൽക്കേണ്ടി വരുന്ന, സീറ്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പം നിലവിൽ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ ഈ മലബാറിലെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിൽ, പ്രത്യേകിച്ച് +1 സീറ്റുമായി ബന്ധപ്പെട്ട സമരത്തിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ അർത്ഥത്തിൽ വലിയ സമര പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് ഈ വർഷം നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയത്തെ കുറച്ചുകൂടി ആളുകളുടെ മുന്നിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉന്നയിക്കുക, ഒരു സൂചനാ സമരം എന്ന നിലയിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ DDE ഓഫീസിൻ്റെ മുന്നിലേക്ക് ഒരു സൂചനാ സമരം, അവിടുത്തെ അധികാരികളെ ഉപരോധിച്ചുകൊണ്ട് ഒരു സൂചനാ സമരം, ഒരു അറസ്റ്റ് വരിക്കുക, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിപ്പോരുന്ന ഒരു സമര രീതി എന്ന നിലക്ക് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഈ മലബാർ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സമരങ്ങൾ നടക്കുകയും അറസ്റ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ചെറിയ സമരമായിട്ട് മാറേണ്ട ഒരു സമരമാണ് യഥാർത്ഥത്തിൽ 15-ാം തീയതി തിങ്കളാഴ്ച നടന്നിട്ടുള്ളത്. എന്നാൽ ഇത് 15-ാം തീയതി തിങ്കളാഴ്ച ഈ സമരം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ കസബ പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെ വളരെ ക്രൂരമായിട്ടാണ് അവർ നേരിട്ടത്. അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമരത്തെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന രീതിയിൽ ഇടപെടുകയും നമ്മുടെ നേതാക്കളെ വളരെ ക്രൂരമായിട്ട് തന്നെ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വളരെ ക്രൂരമായി ആക്രമിച്ച് അവരെ പോലീസ് ജീപ്പിലേക്ക് അങ്ങനെ വലിച്ചേച്ച് കൊണ്ടുപോയി കുത്തി നിറച്ച്, അങ്ങനെയാണ് അവർ ഇതിനെ നേരിട്ടത്. ശേഷം നമ്മൾ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും നമ്മളോട് സംസാരിക്കാൻ പോലും, ഫ്രറ്റേണിറ്റിയുടെ മറ്റു നേതാക്കളോട് നമ്മൾ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവരോട് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത പോലീസിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ സമരം ചെയ്ത നേതാക്കളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവരോട് വ്യത്യസ്ത അർത്ഥത്തിൽ സംസാരിക്കുമ്പോഴുമൊക്കെ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു തരാം എന്ന സ്വഭാവത്തിൽ ഇടപെടലുകൾ നടത്തുകയും നമ്മൾ കോടതി വഴി ജാമ്യം എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ വ്യത്യസ്ത അർത്ഥത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു ഭീകരമായ കൃത്യം ചെയ്ത പ്രതികളെ പോലെ ഫോട്ടോ എടുത്ത് ഇതാ പോലീസിനെ ആക്രമിച്ചിട്ടുള്ള ഭീകരന്മാർ പിടിയിലായിരിക്കുന്നു എന്ന സ്വഭാവത്തിൽ
ന്യൂസുകൾ കൈമാറുന്നു. അങ്ങനെ ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇന്ന് നമ്മൾ പത്രങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു വാർത്ത പ്രധാനമായിട്ട് അങ്ങനെ പോലീസ് തന്നെ കൊടുത്തിട്ടുള്ള അതിന്റെ പോലീസ് തയ്യാറാക്കിയതാണ്. പോലീസിന്റെ സ്ക്രീൻഷോട്ട് അടക്കം നമ്മുടെ കയ്യിലുണ്ട്. പോലീസ് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഇങ്ങനെ പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ന്യൂസാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത്? നമുക്കറിയാം, മലബാറിലെ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം, ഇവിടുത്തെ +1 സമരം, ഇവിടെ എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള സമരമാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ MSF, KSU അടക്കമുള്ള സംഘടനകൾ, SFI അടക്കം ഒരു ഘട്ടത്തിൽ മാർച്ചൊക്കെ നടത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമരത്തെ എങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് നേരിട്ടിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് MSFന്റെ നേതാക്കന്മാരെ കയ്യാമം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കോഴിക്കോടത്തെ പോലീസ് അധികാരികൾ നേരിട്ടത്. ഏതൊരു ഭീകരമായ കുറ്റവാളികളെ പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ, അതെ, വളരെ രീതിയിൽ പ്രചരിച്ച ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു സമരത്തെ പൈശാചികവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ശ്രമം അന്ന് അങ്ങനെ കയ്യാമം വെച്ച് MSFന്റെ നേതാക്കന്മാരെ തെരുവിലൂടെ നടത്തിച്ചതാണെങ്കിൽ, ഇന്ന് ഫ്രട്ടേണിറ്റിയുടെ ഈ സമരത്തിന്റെ ഭാഗമായി, ഒരു സൂചനാ സമരത്തിന്റെ ഭാഗമായിട്ട് സമരം നടത്തി അറസ്റ്റ് വരിച്ച ആളുകളെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ ഭീകര സ്വഭാവത്തിൽ അതിനെ ചിത്രീകരിക്കുന്ന രീതിയിൽ അവരെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു ന്യൂസ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോഴും ഇത്തരം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസിനെ ആക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ തെറ്റായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവര് ജാമ്യം തള്ളിയിട്ടാണ് ഉള്ളത്. പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വകുപ്പുകൾ പോലീസിനെ ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ട്. പോലീസിനെ സ്വാഭാവികമായി സമരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പരസ്പരം ബലപ്രയോഗങ്ങൾ നടക്കും. ജീപ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഇടയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളല്ലാതെ പോലീസിനെ ആക്രമിക്കുന്ന അതിന്റെ വീഡിയോകളൊക്കെ എല്ലാവരുടെ മുന്നിൽ ലഭ്യമാണ്. അതിലങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന് തന്നെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒന്നും അങ്ങനെ ആക്രമിക്കുന്ന സംഭവങ്ങളോ മറ്റോ അതിൽ നമുക്ക് കാണാൻ. ലോക്കപ്പില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ലോക്കപ്പില് കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ വിദ്യാർത്ഥി നേതാക്കളെ കാണാൻ പോയ ആളുകളെ അനുവദിച്ചില്ല. അതെ, നമ്മൾ ഫ്രട്ടേണിറ്റിയുടെ നേതാക്കളും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളും ഒക്കെ ജാമ്യത്തിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളില്ല, അതുപോലെ തന്നെ അവർ ഒരുപാട് വൈകിപ്പിച്ചിട്ടാണ് ഉച്ചക്ക് അറസ്റ്റ് ചെയ്ത ആളുകളെ രാത്രി 11 മണിക്കാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ അവർ ഹാജരാക്കുന്നത്. എല്ലാ നിലക്കും നമ്മൾ പലപ്പോഴും അവിടെ പോയി അവരോട് വലിയ അർത്ഥത്തിൽ കയർക്കുന്ന രീതിയിൽ സംസാരിച്ച് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പല അർത്ഥത്തിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും അവര് നിങ്ങളുടെ പണി നോക്കുക എന്ന സ്വഭാവത്തിൽ സംസാരിച്ച് മുന്നോട്ട് പോവാണ് ഉണ്ടായിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കാൻ നിങ്ങൾ ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു. വളരെ നമ്മളൊരു പ്രതിഷേധം നടത്തുന്ന രീതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങനെ കയർത്ത് സംസാരിക്കേണ്ട അവസ്ഥ ഒക്കെ ഉണ്ടായി. ഈ സമര സ്ഥലത്ത് വെച്ചിട്ട് പോലീസ് എന്തെങ്കിലും മർദ്ദിക്കുക ചെയ്തിരുന്നു? വളരെ ക്രൂരമായിട്ടാണ് നേരിട്ടത്. അവര് പിടിച്ചു കൊണ്ടുപോയി ജീപ്പിലേക്ക് വളരെ തള്ളിക്കയറ്റി കുത്തിക്കയറ്റുന്ന രീതിയിൽ തന്നെ പരസ്പര ചങ്കിന് ഫ്രട്ടേണിറ്റിയുടെ നേതാക്കളായിട്ടുള്ള, ഇപ്പോൾ ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെയ്ദ് TK, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുജാഹിദ് മാപ്പയ്യൂർ, ഇവരൊക്കെ അടക്കമുള്ള ആളുകളെയാണ് വളരെ ക്രൂരമായിട്ട് അവര് കൈകാര്യം ചെയ്തത്. ശരിക്ക് കുത്തിനൊക്കെ പിടിച്ച് കൊണ്ടുപോയി. നിലവില് ഇവിടുത്തെ ജില്ലാ ജയിലിലാണ് നിലവിൽ. എത്ര പേരുണ്ട്? 6 പേര്. ആരൊക്കെയാണുള്ളത്? ഫ്രട്ടേണിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി സെയ്ദ് TK, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് മുജാഹിദ് മാപ്പയ്യൂർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള റയീസ് കുണ്ടുങ്ങൽ, അതുപോലെ അഫ്നാൻ വേളം, അതുപോലെ ഫ്രട്ടേണിറ്റി ജില്ലാ സെക്രട്ടറി മുബഷിർ ചെറുവണ്ണൂര്, അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റിയുടെ നേതാവായിട്ടുള്ള നിദാൽ സിറാജ്. അങ്ങനെ 6 പേരാണ് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവില് ജാമ്യം തള്ളിയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്തും ഇത്തരം സമരങ്ങളോട് പൊതുവെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ്
പൊതുവെ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു പൊസിഷനാണെന്ന് വിചാരിക്കാം. പുതിയ സർക്കാരാവട്ടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് മലബാറിൽ വേരുകളുള്ള ധാരാളം പാർട്ടികൾക്ക് സ്വാധീനമുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ സ്വാഭാവികമായി ഈ സർക്കാരിന്റെ ഭാഗത്ത് കുറേ കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ടും കോഴിക്കോട്ടത്തെ പോലീസ് ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളും അത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം MSF കഴിഞ്ഞ തവണ ഭീകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താണ് ആ അർത്ഥത്തില് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ പുതിയ സർക്കാരിനെ നമ്മൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങൾ, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ദലിത് ആദിവാസി കമ്മ്യൂണിറ്റികൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ പുതിയ സർക്കാരിനെ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പം നിലവിൽ നമ്മൾ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം നമുക്കറിയാം. അത് പൂർണ്ണമായി പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മളും ആവശ്യപ്പെടുന്നത് അതിൽ വളരെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണം. പുതിയ ബാച്ചുകൾ അടക്കമുള്ള അവസാനത്തെ കുട്ടിക്കും മലബാറിൽ സീറ്റ് നിഷേധിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാവുന്നത് വരെയുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം +1 സീറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും UDF സർക്കാർ നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ നമ്മളത് ഉന്നയിക്കുമ്പോൾ അവർ ഒരു തരത്തിലുമുള്ള നടപടികൾ കഴിഞ്ഞ LDF സർക്കാർ സ്വീകരിച്ചതിനപ്പുറമുള്ള ഒരു നടപടിയും ഇപ്രാവശ്യം അവർക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. രണ്ടുപേര് ഇപ്പോൾ രണ്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഷംസുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ KM ഷാജിയും രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല, ഇതാണ് ഒരു നിലപാട്. മറ്റൊന്ന് ചില കഴിഞ്ഞ സർക്കാരുകൾ എടുത്ത അതേപോലത്തെ ഒരു പൊസിഷൻ തന്നെ ചില മിനുക്ക് പണികൾ ഒക്കെ ഈ സർക്കാരും എടുത്തിട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും റിയാലിറ്റിയാണ്, ഈ സർക്കാരിൻ്റെ സമയത്ത് റിയാലിറ്റിയാണ്. മറ്റൊന്ന്, മലബാർ മേഖലയിലേക്ക് എല്ലാ കാര്യങ്ങളും വളരെ പതുക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇപ്പോൾ KSRTC ബസ്സിന്റെ സൗജന്യ യാത്ര വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് KSRTC വളരെ കുറച്ച് മാത്രമാണ് മലബാറിലുള്ളതെന്നും തിരുവിതാംകൂറിലും കൊച്ചിയിലും കുറേ ഭേദപ്പെട്ട അവസ്ഥയാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പം മനസ്സിലാകുന്ന ഇപ്പോഴാണ്. അപ്പോൾ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പണം ഇൻവോൾവ് ആവുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഫണ്ട് നീക്കി വയ്ക്കേണ്ടതുണ്ട്, മാത്രമല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാവണം, അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കും. ഇതൊക്കെ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. പണം മാത്രമല്ല സമയവും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനൊരു അടിയന്തരമായൊരു പരിഹാരം എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യാം. മറ്റൊന്ന്, ഇതിനൊരു ഒരു സ്ഥിരമായൊരു പരിഹാരം എന്താണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ വേർതിരിച്ച് കാണേണ്ടതില്ല. നിലവിൽ ഇപ്പോൾ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചു. അപ്പോൾ നമ്മൾ 10 വർഷമായിട്ട് സമരത്തിലായിരുന്നു, വളരെ ശക്തമായ സമരം നടത്തിയിരുന്നു. അവരിതിൽ നടത്തിയിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥിരം ബാച്ച് പോലും 50 ആളുള്ള ബാച്ചാണ് ഒരു ബാച്ച് എന്ന് പറയുന്നത്, 50 സീറ്റുള്ള ഒരു സ്ഥിരം ബാച്ച് പോലും അനുവദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു സീറ്റ് പോലും, സ്ഥിരമായ ഒരു സീറ്റ് പോലും മലബാർ മേഖലയിലേക്ക് LDF സർക്കാർ അനുവദിച്ചിട്ടില്ല. താൽക്കാലിക ബാച്ചുകളെ വെച്ചുകൊണ്ട് ഓടിക്കുകയാണ് LDF സർക്കാർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ UDF സർക്കാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ UDF അതിൻ്റെ തുടക്കത്തിൽ വളരെ കുറഞ്ഞ രീതിയിലെങ്കിലും സ്ഥിരമായ ബാച്ചുകൾ, ചില ബാച്ചുകൾ ഇവിടെ 10 വർഷമായി ഓടിക്കൊണ്ടിരിക്കുന്ന താൽക്കാലിക ബാച്ചുകളുണ്ട്. അതിന് മതിയായ സൗകര്യങ്ങളുള്ള സ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ സ്ഥിരപ്പെടുത്താവുന്ന, സ്ഥിരമായിട്ട് അനുവദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില ബാച്ചുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡാറ്റകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രിയദർശിനി സംവിധാനം നടപ്പിലാക്കി, സൗജന്യ നിരക്കിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം നടപ്പിലാക്കി. അതേപോലെ വളരെ അടിയന്തര സ്വഭാവത്തിൽ ഇടപെടേണ്ടതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എല്ലാവരും അംഗീകരിക്കുന്ന, LDF അടക്കം അവരുടെ പ്രകടന പത്രികയിൽ അംഗീകരിക്കാത്തവരാരുമില്ല. കഴിഞ്ഞ മന്ത്രിയോ അംഗീകരിച്ചിട്ടുണ്ട്, ശിവൻകുട്ടി അടക്കം നിയമസഭയിൽ അംഗീകരിച്ച കാര്യമാണ്. ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലും വെക്കാതെ പോവുകയും കഴിഞ്ഞ മന്ത്രിസഭകളും കഴിഞ്ഞ നിയമസഭ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരും ഒക്കെ എന്താണോ പറഞ്ഞത് അതിൽ അതേ ഒരു രീതിയിലേക്ക് തന്നെ അതിൻ്റെ അതേ സാവകാശം
ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പ്രതീക്ഷ ഉണ്ടാവുമ്പോൾ തന്നെ ചില സൂചനാ സമരങ്ങൾ അതിലിപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊരു ഒരു ഒരു നിലവിൽ ഒരു നടപടിയും ഇതുമായി കഴിഞ്ഞ സർക്കാർ എന്താണോ ചെയ്തത് പെട്ടെന്നൊരു താൽക്കാലിക ആശ്വാസത്തിന് കുറച്ച് സീറ്റുകളും ബാച്ചുകളും വെക്കും, താൽക്കാലിക ബാച്ചുകൾ വെക്കും, അപ്പുറത്തുനിന്ന് എടുത്ത് കുറച്ച് താൽക്കാലിക ബാച്ചുകൾ പുറത്ത് വെക്കും. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. അതിനൊരു ശ്രമം കാണും. ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 വർഷം ചെയ്തതിലപ്പുറം ഒന്നും പുതിയ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എൻ ശംസുദ്ദീൻ മന്ത്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊക്കെ ഘട്ടം ഘട്ടമായി ചെയ്യാൻ കഴിയുന്നത് ഈ വർഷവും ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. നിങ്ങൾ ഒറ്റയടിക്ക് പൂർത്തി പരിഹരിക്കണം എന്നല്ല നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇതിൽ ചെയ്യാൻ കഴിയുന്ന സ്റ്റെപ്പുകളുണ്ട്, അത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ സീറ്റ് പ്രതിസന്ധിയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എത്ര കുട്ടികളുടെ സീറ്റ്? അതെ, നിലവില് സർക്കാർ തന്നെ നമുക്കറിയാം ഏകജാലക സംവിധാനത്തിലൂടെയാണ് +1 അഡ്മിഷൻ നടക്കുന്നത്. അതില് കണക്കുകൾ അനുസരിച്ച് അപേക്ഷകർ വന്നു, +1 വേണ്ടിയിട്ട് അപേക്ഷിച്ചു. നിലവിൽ മലബാർ മേഖലയിലുള്ള സീറ്റുകൾ നമ്മൾ കൃത്യമായ കണക്കുകളുണ്ട്. ആ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ 80,782 കുട്ടികൾ അപേക്ഷിച്ച കുട്ടികൾക്ക് സീറ്റില്ല. കഴിഞ്ഞ വർഷം 100,000 അടുക്കുന്ന രീതിയിൽ. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെയാണ്. അലോട്ട്മെന്റുകൾ കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇതാണ് സ്ഥിതി. ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. കാരണം ഇവര് നടത്തുന്നത് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ 65-70 കുട്ടികൾ ഇരുത്താനുള്ള മാർജിനൽ ഇൻക്രീസ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം മലബാറിൽ നടപ്പിലാക്കും. അതുപോലെ തന്നെ ചില ബാച്ചുകൾ അവിടുന്ന് കുറച്ച് ബാച്ചുകൾ ഇങ്ങോട്ട് താൽക്കാലികമായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ചില നടപടികളാണ് സർക്കാർ നടത്തുന്നത്. അപ്പൊ ഇതിലെന്താ വെച്ചാൽ നമുക്ക് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ സർക്കാരിന്റെ തന്നെ കാർത്തികേയൻ കമ്മീഷൻ പറയുന്നത് 50:1 എന്നുള്ള രീതിയിൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴും ഈ ഇത്രയും വർഷങ്ങളായിട്ട് 65-70 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാ പ്രതിസന്ധിയും വിദ്യാഭ്യാസപരമായി നമ്മൾ അനുഭവിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞിരുന്ന് പഠിക്കേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. ഈ വർഷവും അത് തുടരുകയാണ്. ഇതിനെ പരിഹരിക്കാൻ ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, അതിന്റെ അഡ്മിഷൻ വരികയാണ്. നാളൊക്കെ ആയിട്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റും മറ്റുമൊക്കെ ഇങ്ങനെ നടന്നു ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, അതില് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഒരു 10,000 സീറ്റ് താൽക്കാലികമായിട്ട് ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്ന സമയത്ത് അനുവദിച്ചത്, 2 വർഷം മുമ്പ്. അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ അനുവദിച്ചു വരുന്ന ഈ അധിക മാർജിനൽ ഇൻക്രീസ്മെന്റും ഈ താൽക്കാലിക ബാച്ചുകളും നേരത്തെ എന്ത് ചെയ്യണം, അനുവദിക്കാൻ. സമരങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഇങ്ങനെ ചെറിയ പൊടിക്കൈകളൊക്കെ കാണിച്ച് മറ്റു വിദ്യാർത്ഥി സംഘടനകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇതില്? നമ്മൾ പറയുന്ന മറ്റു വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിന്റെ ഗൗരവം മാനിച്ച് അവരൊക്കെ സമരത്തിൽ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെ, കഴിഞ്ഞ വർഷം ഇപ്പോൾ SFI അടക്കം കഴിഞ്ഞ പ്രാവശ്യം അവരുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഒരു സമരത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും 100,000-ഓളം കുട്ടികളെ ബാധിക്കുന്ന, ഇപ്പോൾ മലബാർ ജില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ 30,000-ഓളം വരുന്ന കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു വിദ്യാർത്ഥി സംഘടനക്ക് അതിനെ അവഗണിക്കാൻ കഴിയില്ല. MSF അടക്കമുള്ള വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥി സംഘടനക്കും, KSU ആയാലും, വളരെ ശക്തമായ സമരങ്ങളുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവരുണ്ടായിരുന്നു. ഈ വർഷവും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫ്രറ്റേണിറ്റിയുടെ ഈ ഇതായി ബന്ധപ്പെട്ട് ഭാവിയിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ സമരം ഇങ്ങനെയാണ് നേരിട്ടത്, ഇനി സമരം കൂടുതൽ നമ്മളതില് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഓരോ വർഷവും കൃത്യമായ പഠനം നടത്തി ഓരോ വർഷവും എത്ര സീറ്റ് പ്രതിസന്ധി ഉണ്ട്, ഈ വർഷം എത്ര അപേക്ഷകരുണ്ട്, എത്ര കുറവുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തുവിട്ട് നമ്മളതിൽ സൂചനാ സമരങ്ങൾ നടത്തുകയും നമ്മൾ മന്ത്രിമാരെയും MLA-മാരെയൊക്കെ പോയി കാണുകയും നമുക്കതിൽ നടത്താൻ കഴിയുന്ന പരിഹാരങ്ങളെക്കുറിച്ച് അവർക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുകയൊക്കെ നിലവിൽ ചെയ്തിട്ടുണ്ട്. നമ്മളതൊക്കെ
ഓരോ മന്ത്രിമാരെയും അതുപോലെ തന്നെ MLA-മാരെയൊക്കെ പോയി കണ്ട് ഈ വിഷയത്തെ ധരിപ്പിക്കുകയും അവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇത് പരിഹരിക്കേണ്ടതാണ് എന്ന രീതിയിൽ തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് നിലവിൽ എന്താണ് ആദ്യഘട്ടം എന്നുള്ളവർക്ക് സൂചനാ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ അതിലൊരു സ്റ്റെപ്പ് വെക്കുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ വർഷവും വരുന്ന വർഷവും ഒക്കെ വളരെ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും മലബാറിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഗൗരവമായ പ്രശ്നങ്ങളിലൊന്നാണ് ഈ സീറ്റ് പ്രതിസന്ധിയെ. കുറേ വർഷങ്ങളായിട്ട് നിരന്തരം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, നിരന്തരം ആവർത്തിച്ചു വരുന്ന ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാനുള്ളത്. താങ്ക് യു.